ആലപ്പാടിന്റെ തീരദേശ റോഡിൽ വരയുടെ വർണ്ണങ്ങൾ നിറയുന്നു. ജില്ലയുടെ വടക്ക് പടിഞ്ഞാറെ ഗ്രാമപഞ്ചായത്തായ ആലപ്പാടിന്റെ 17 കിലോമീറ്റർ നീളം വരുന്ന തീരദേശ റോഡിന്റെ വശങ്ങൾ ഇനി നിറങ്ങളുമായി സംസാരിക്കും. ജീവനുള്ള വരകളിലൂടെ, വർണ്ണങ്ങളിലൂടെ ഗ്രാമത്തെ പുറംലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ ഒരുക്കുകയാണ് ചിത്രംവരയിലൂടെ. നിറങ്ങൾ ചാലിക്കുന്ന ദൃശ്യവൽക്കരണത്തിലൂടെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ആലപ്പാടിനെ തേടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആലപ്പാട് സ്വദേശിയും കലാകാരനുമായ അരുൺ കാളിശ്ശേരിയുടെ ആശയമാണ് ഇതിനു പിന്നിൽ. പഞ്ചായത്തിന്റെ സഹകരണം കൂടിയായതോടെ അഴീക്കൽ കുരിശടി ജംഗ്ഷന് സമീപം നിറങ്ങൾ ചാലിച്ച് ആദ്യ ചിത്രം പിറന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സെലീനയാണ് നിറം ചാർത്തിയ ബ്രഷ് ചിത്രകാരനായ ഹരിഹരൻ കുഴിത്തുറക്കി നൽകിയത്. 7ഓളം ചിത്രകാരന്മാരാണ് ഉദ്ഘാടന ചടങ്ങിൽ ചിത്രം വരച്ചത്. ചിത്രങ്ങൾ കൂടാതെ ശില്പങ്ങൾ, റിലീഫ് വാക്കുകൾ എന്നിവയും തീരദേശ റോഡിന്റെ ഓരത്ത് സൃഷ്ടിക്കപ്പെടും. നിർമ്മാണം നടന്നുവരുന്ന അഴീക്കൽ വെള്ളനാത്തുരുത്ത് റോഡ് നിർമ്മാണം പൂർത്തിയായാലുടൻ 150ഓളം ചിത്രകാരന്മാർ ആലപ്പാട് ക്യാമ്പ് ചെയ്ത് പെയിന്റിംഗ് പൂർത്തിയാക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ബസ്സിലിരുന്നുള്ള കാഴ്ചയിലിങ്ങനെ എവിടെയൊക്കെ നിറങ്ങൾ അപ്ലൈ ചെയ്താൽ, ഇത് നിറങ്ങൾ എവിടെയൊക്കെ പെയിൻറ്റിങ്ങുകൾ വന്നാൽ, എവിടെയൊക്കെ ഒഴിഞ്ഞ കല്ലുകൾ, ഒഴിഞ്ഞു മാറി കിടക്കുന്ന അല്ലെങ്കിൽ പൊട്ടിത്തകരാറായി കിടക്കുന്ന വീടുകൾ, ഇതിലൊക്കെ നിറം ചെയ്തു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഒരു മനോഹരമായ ഒരു പഞ്ചായത്താകുകയും ഇവിടെ വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഒരു വല്ലാത്തൊരു എനർജി കിട്ടും, പെയിൻറ്റിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി കിട്ടും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പഞ്ചായത്ത് അധികാരമേറ്റപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. ആലപ്പാട് പഞ്ചായത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂ സ്ട്രിങ് പഞ്ചായത്താണ്. ജില്ലയിലെ ഏറ്റവും വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ പഞ്ചായത്താണിത്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ തെക്കേയറ്റം മുതൽ അഴീക്കൽ മുതൽ വെള്ളനാതുരുത്ത് വരെ ഈ റോഡിന് ഇരുവശത്തുമുള്ള മതിലുകളിലും പിന്നെ അത്തരം കാണ്ടാമരങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന കല്ലുകളിലും റിലീഫ് വർക്കുകളും പിന്നെ ചില സ്ഥലങ്ങളിൽ ചില ശില്പങ്ങളും ഒക്കെ ചെയ്ത് ആലപ്പാടിനെ ഏറ്റവും മനോഹരമാക്കും. 178 മതിലുകളെ ഉണ്ടാകാതിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും മതിലുണ്ടായിരുന്നു. ആലപ്പാട് 178 മതിലുകളാണ് ഇല്ലാതിരുന്നത്. 178 പേർക്ക് വേലിയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിനും കുറയും ഇനിയിപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ പണി വരുമ്പോൾ 7 മീറ്റർ പണി വരുമ്പോൾ കുറച്ച് മതിലുകൾ പൊളിക്കപ്പെടും. അപ്പോൾ ഏകദേശം ഒരു 300-നും 400-നും ഇടയ്ക്കുള്ള മതിലുകളുണ്ട്. ഈ മതിലുകളിലെ ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി എടുത്തിട്ട് ഇത് ചെയ്യണമെന്നുള്ളൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. പഞ്ചായത്തിന്റെ ഹൃദയരേഖയായ റോഡിന്റെ വശങ്ങൾ നിറങ്ങളാൽ നിറയുമ്പോൾ ആലപ്പാടിന്റെ പൈതൃകവും സംസ്കാരവും ചിത്രങ്ങൾ വിളിച്ചു പറയുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം.